watch me. ഇന്ന് വണ്ടിയുടെ ഡിക്കിയിലുള്ള നമ്പർ ബോർഡിൻ്റെ ലൈറ്റ് എങ്ങനെ നമുക്ക് LED ബൾബ് ആക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ ഡിക്കിയിലുള്ള ഈ ഫ്ലാപ്പ് ഇളക്കേണ്ടതായിട്ടുണ്ട്. ഫ്ലാപ്പ് ഇളക്കുന്നതിനായി ഈ കാണുന്ന പ്രസ് ബട്ടണുകൾ ഇളക്കണം. ഫ്ലാപ്പ് ഇളക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ക്രൂ ഡ്രൈവർ ആ ഫ്ലാപ്പിൽ ഒരയാതെ വേണം പ്രസ് ബട്ടൺ ഇളക്കാൻ. ഇളകിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ സ്ക്രാച്ച് വീണ് അത് കീറാൻ ചാൻസ് ഉണ്ട്, പിന്നെ ഒടിയാനും ചാൻസ് ഉണ്ട്. ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പ്രസ് ബട്ടൺ ഇളക്കാനായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഈ ബട്ടൻ്റെ സെൻറ്ററിലുള്ള ആ ബട്ടൺ പാർട്ട് അകത്തേക്ക് പ്രസ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതാണ്. ഇത് കണക്ക് ബാക്കിയുള്ള പ്രസ് ബട്ടണുകൾ ഇളക്കിയെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ പ്രസ് ബട്ടണുകൾ ഇളക്കിയിട്ടുണ്ട്. ഇത് ലാസ്റ്റത്തെ പ്രസ് ബട്ടണാണ്. ലാസ്റ്റത്തെ പ്രസ് ബട്ടണും കൂടെ ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ ഫ്ലാപ്പ് ഇനി ഊരിപ്പോരും. ഇപ്പോൾ നമ്മൾ ഫ്ലാപ്പ് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന ഗ്യാപ്പിൽ കൂടെ നമുക്ക് നമ്മുടെ ബൾബിൻ്റെ ഹോൾഡർ കാണാൻ പറ്റുന്നതായിരിക്കും. ഈ കാണുന്നതാണ് നമ്മുടെ ബൾബിൻ്റെ ഹോൾഡർ. ഇത് ചെയ്യാനായിട്ട് ബൾബ് ഇടാൻ വേണ്ടി നമുക്ക് ഈ ഹോൾഡർ മൊത്തമായിട്ട് ഇളക്കേണ്ട കാര്യമില്ല. ആദ്യം നമുക്ക് ഈ ഹോൾഡറിലുള്ള വയറിങ് ഇളക്കണം. അതിനായിട്ട് ഈ കാണുന്ന രീതിയിൽ ഹോൾഡറിൽ പ്രസ് ചെയ്തിട്ട് പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. അടുത്തത് ഹോൾഡർ ഇളക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഇടത്തോട്ട് തിരിച്ചിട്ട് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഹോൾഡറിങ് ഊരിപ്പോരും. അപ്പോൾ നമ്മൾ ഹോൾഡർ ഊരിയെടുത്തിട്ടുണ്ട്. ഈ ബൾബാണ് നമുക്ക് മാറ്റേണ്ടത്. മാരുതി വണ്ടിയിൽ സ്ഥിരം കാണുന്ന പാർക്ക് ബൾബ് ഇതായിരിക്കും. ഇതാണ് നമ്മളിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന LED ബൾബ്. ഇതിവിടെ ഞാൻ ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരെണ്ണം 50 രൂപയാണ്. വലിയ ചിലവില്ലാതെ തന്നെ നമുക്ക് വണ്ടിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ മോഡിഫിക്കേഷനാണ് LED ബൾബ് ഇടുന്നത്. അപ്പോൾ LED ബൾബ് ഇടാനായിട്ട് ആദ്യം നമുക്ക് ഈ ബൾബ് ഹോൾഡറിൽ നിന്ന് അഴിക്കാനായിട്ട് പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ ബൾബിങ് ഊരി വരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഊരി അതേ പൊസിഷനിൽ തന്നെ നമ്മുടെ LED ബൾബ് ഇട്ട് കൊടുക്കാം. LED ബൾബ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ചില LED ബൾബിന് പൊസിഷൻ കാണും. അപ്പോൾ ഒരു തവണ ഇട്ടിട്ട് വർക്കായില്ലെന്ന് വെച്ചാൽ ബൾബ് കംപ്ലൈൻ്റ് അല്ല, അത് ഊരിയിട്ട് ഒന്നുകൂടെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ബൾബ് വർക്കാവും. അപ്പോൾ നമുക്ക് ബൾബ് വർക്കാവുന്നുണ്ടോ എന്ന് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. അതിനായിട്ട് തിരിച്ച് ഹോൾഡറിൽ കണക്ട് ചെയ്യുക. ഹോൾഡറിൽ കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാർക്ക് ലൈറ്റ് ഇട്ട് നോക്കാം. ബൾബ് വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് ബൾബ് മാറ്റാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബൾബ് വർക്കിംഗ് ആണ്. ഇനി നമുക്കിത് തിരിച്ച് നമ്മുടെ സോക്കറ്റിലേക്ക് ഇടാം. വയർ കണക്ഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇടാവുന്നതാണ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഹോൾഡറിൽ നിന്ന് വയർ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഹോൾഡർ അഡാപ്റ്റർ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നും വയർ കണക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ വയർ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഹോൾഡർ ഇടുന്നത്. ഹോൾഡർ ഇട്ടതിന് ശേഷം ഞാൻ പിന്നും ആ വയർ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ വയറിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പം ചെയ്യാവുന്നൊരു മോഡിഫിക്കേഷനാണിത്. ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. അടുത്തായിട്ട് നമുക്ക് ഡിക്കിയുടെ ഫ്ലാപ്പ് തെച്ചിടണം. അതിനായിട്ട് ഈ ബട്ടൺ ഈ കാണുന്ന രീതിയിൽ ആക്കി വയ്ക്കണം. നടുക്ക് നമ്മൾ പ്രസ് ചെയ്ത് അകത്തേക്കാക്കിയ ബട്ടൺ നമ്മൾ തിരിച്ച് പുറത്തേക്കാക്കണം. പുറത്തേക്കാക്കിയിട്ട് നമുക്ക് തിരിച്ച് അത് പ്രസ് ചെയ്തിടുമ്പോൾ ലോക്കായിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ ബട്ടണും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലാപ്പ് സെറ്റ് ചെയ്യാം. ഫ്ലാപ്പ് സെറ്റ് ചെയ്യാനായിട്ട് ഫ്ലാപ്പിന് പൊസിഷൻ കാണും. ആ പൊസിഷനിൽ വയ്ക്കുക. ഹോൾ അലൈൻ ചെയ്തിട്ട് നമ്മുടെ പ്രസ് ബട്ടണുകൾ ക്രോസ് ആയിട്ട് ഇടുക. രണ്ട് അറ്റത്താക്കി ഇടുന്നതായിരിക്കും എളുപ്പം.
അല്ലെങ്കിൽ ഒരു സൈഡ് കൊണ്ട് തൂങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലാപ്പിൻ്റെ രണ്ടറ്റം ഫസ്റ്റ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ബട്ടണിൽ ഇടുക. LED ബൾബ് ഇൻസ്റ്റലേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ബിഫോറും ആഫ്റ്ററായിട്ടുള്ള ഫോട്ടോസ് കാണാൻ പറ്റും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. See you.